ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു പൂരിയാണ്. സാധാരണ പൂരിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് കുറച്ച് തക്കാളിയും കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൂരി ഉണ്ടാക്കി നോക്കിയാലോ. ഇതെന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ കളറൊക്കെ വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ നമുക്ക് ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. പൂരി ഉണ്ടാക്കുന്നതിന് നമുക്ക് ആദ്യം എടുക്കേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ നല്ല പഴുത്ത 4 തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അധികം ചെറിയ സ്ലൈസ് ആക്കണമെന്നില്ല, ഒരു മീഡിയം സൈസുള്ള കഷ്ണങ്ങളാക്കിയാൽ മതി. കാരണം ഇത് നമ്മൾ പിന്നെ മിക്സിയിൽ അടിക്കേണ്ടതാണ്. അതുകൊണ്ട് നമുക്കൊരു മീഡിയം സൈസുള്ള കഷ്ണങ്ങളാക്കിയിട്ട് ഇത് മുറിച്ചെടുക്കാം. തക്കാളി എല്ലാം മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തീരെ വെള്ളം ചേർക്കാതെ നമുക്കിത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അങ്ങനെ അരച്ചെടുത്ത തക്കാളി പേസ്റ്റ് നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ട് വെക്കണം. അങ്ങനെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 1 കപ്പ് തക്കാളിയുടെ പേസ്റ്റ്, പിന്നെ അയമോദകം പൊടിച്ചത്, ജീരകം പൊടിച്ചത്, പിന്നെ കുറച്ച് മുളക് പൊടി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് മറ്റുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചത്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ അയമോദകം പൊടിച്ചത്, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മാവ് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഈ തക്കാളി പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് മാവ് കുഴക്കേണ്ടത്. തീരെ വെള്ളം ചേർക്കാതെ ഈ തക്കാളി പേസ്റ്റ് മാത്രം ഉപയോഗിച്ചിട്ട് വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട്. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നമുക്ക് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. കുറച്ച് തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ പൂരിക്ക് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് പൂരി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിത് 10 മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് മാവായിട്ട് എടുത്തിട്ട് ഉരുട്ടിയെടുക്കണം. ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി എടുത്താൽ മതി. സാധാരണ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എത്ര വലിപ്പത്തിലുള്ള ഉരുളകളാണ് ഉണ്ടാക്കാറ്, അതേ വലിപ്പത്തിലൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. പൂരിക്ക് വേണ്ടിയിട്ടുള്ള ഉരുളകളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. ഞാനിവിടെ ഒരു ചപ്പാത്തി പലക വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊടിയൊന്നും ഉപയോഗിക്കാതെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു ഉരുള ചപ്പാത്തി പലകയിൽ വെച്ച് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം റോളിംഗ് പിൻ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. നല്ല നേരിയ പൂരിയായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. എല്ലാ പൂരി ഇതുപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. അടി കട്ടിയുള്ള നല്ല കൊഴിയുള്ളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ഇതിലേക്ക് പൂരി ഇട്ട് കൊടുക്കാൻ. പൂരി ഇട്ടതിന് ശേഷം കയ്യിൽ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കണം, ഒന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അത് നന്നായിട്ട് പൊന്തി വരത്തുള്ളൂ. അങ്ങനെ ഒരു സൈഡ് നന്നായിട്ട് പൊങ്ങിയതിന് ശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ മറ്റുള്ള പൂരി ഫ്രൈ ചെയ്തെടുക്കാം. എപ്പോഴും അടുത്ത പൂരി ഇടുന്നതിന് മുമ്പ് നമ്മൾ ഓയിൽ ഒന്നുകൂടി ചൂടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നല്ല ചൂടായ എണ്ണയിൽ ഇട്ടാൽ മാത്രമേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പൂരികൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ കളറൊക്കെ കുറച്ച് വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കഴിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നും. അങ്ങനെ നമ്മുടെ എല്ലാ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് സ്പൈസി ഒക്കെ ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്